ബഹുമാനപ്പെട്ട നാട്ടുകാരെ, പ്രിയമുള്ള ജനാധിപത്യ വിശ്വാസികളെ, നമ്മുടെ കെ കരുണാകരനെ അനുസ്മരിക്കുന്ന ദിനമാണ് ഈ ഒരാഴ്ചക്കാലം. അപ്പോൾ കെ കരുണാകരൻ മരിച്ചിട്ട് 10-17 വർഷമായി. 2007-8 കാലഘട്ടങ്ങളിലാണ് മരിച്ചത്. അതുകൊണ്ട് കെ കരുണാകരൻ്റെ അനുസ്മരണ യോഗം ലോകമെങ്ങും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കെ കരുണാകരനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗോജ്വലമായ സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ നെല്ലിയാമ്പതി എന്ന സ്ഥലത്ത് INDEC ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ദുരിതമനുഭവിച്ച കെ കരുണാകരൻ കണ്ണൂരിൽ ജനിക്കുകയും തൃശ്ശൂരിൽ രാഷ്ട്രീയത്തിൻ്റെ തട്ടകമായ മാളയുടെ മാണിക്യമായ കെ കരുണാകരന് അനുസ്മരണ യോഗമാണ് നാടകം നടക്കുന്നത്. കെ കരുണാകരൻ എന്ന് പറയുമ്പോൾ EMS നമ്പൂതിരിപ്പാട് പറഞ്ഞു 1968, 69, 70 കാലഘട്ടത്തിൽ കരുണാകര നിങ്ങൾ ആളെവിടെ 9 ആളല്ലുള്ളൂ പറഞ്ഞു. അപ്പോൾ EMS നമ്പൂതിരിപ്പാടിനോട് കെ കരുണാകരൻ പറഞ്ഞു, നമ്പൂതിരിപ്പാട് വെയിറ്റ് ചെയ്യൂ, ഉടനെ സപ്തകക്ഷി ഭരണകക്ഷിയായി CPIയും അച്യുതമേനോനും PK വാസുദേവൻ നായരും മുഖ്യമന്ത്രിയാകുകയും 7 വർഷം ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ വലത് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഭരിക്കുകയുണ്ടായി. അതിനുശേഷം AK ആൻ്റണി ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, KSUവിൽ കൂടെ വന്ന ആളാണ് AK ആൻ്റണി. അപ്പോൾ ഉമ്മൻചാണ്ടിയും കെ കരുണാകരനും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുകയാണ്. കരുണാകരനോടൊപ്പം നിൽക്കുന്ന ആളാണ് ഉമ്മൻചാണ്ടി. ആൻ്റണിയും നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണ്. കരുണാകരൻ, ആൻ്റണി, ഉമ്മൻചാണ്ടി ചേരുമ്പോൾ കേരളത്തിലെ സുവർണകാലം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കരുണാകരനെ അനുസ്മരണ ദിനം നാടകം നടത്തുന്ന ഈ വേളയിൽ കരുണാകരനെ മറക്കരുത്. നിയമസഭയിൽ കേരള നിയമസഭ കൊണ്ടുവന്ന കരുണാകരനെ അവിടെ ഒരു ഫോട്ടോ പോലും വെച്ചിട്ടില്ല. അത് കോൺഗ്രസ് പാർട്ടി KPCC ആലോചിച്ച് അവിടെ അദ്ദേഹത്തിൻ്റെ അനാച്ഛാദന ഫോട്ടോ വയ്ക്കണം. കേരള നിയമസഭയും പിന്നെ ഗുരുവായൂർ ശ്രീകോവിൽ പോലെയാണ് കേരള നിയമസഭ പണിതിരിക്കുന്നത്. കെ കരുണാകരൻ്റെ EMS നമ്പൂതിരിപ്പാടിൻ്റെ അനാച്ഛാദന ഛായാചിത്രം അവിടെയുണ്ട്. കരുണാകരൻ്റെ ഛായാചിത്രവും വേണം. നെടുമ്പാശ്ശേരി വിമാനത്താവളം കൊണ്ടുവന്നത് കരുണാകരനാണ്. അതുപോലെ കൊച്ചിയിൽ അന്താരാഷ്ട്ര സ്റ്റേഡിയം കൊണ്ടുവന്നത് കരുണാകരനാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ തറക്കല്ലിട്ടത് കരുണാകരനാണ്. അപ്പോൾ കരുണാകരൻ്റെ സംഭാവന എന്ന് പറയുന്നത് നിസ്സാരമല്ല. കേരളത്തിൽ KSRTC ആയാലും മാളയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നും ബാലകൃഷ്ണപിള്ള വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ വയനാട് പിന്നെ KSRTC അവിടെ എത്തുമ്പോഴേക്കും സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകർ പറയുന്നതിന് മുമ്പ് KSRTC അനുവദിച്ച കരുണാകരനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുത്താണ് കരുണാകരൻ. അതുകൊണ്ട് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ DIC ഉണ്ടാക്കിയപ്പോൾ അതിൽ നിന്ന് ജയിച്ച ആളാണ് ശങ്കരനാരായണൻ. അപ്പോൾ നിങ്ങളെ ഈ മോഹനൻ എല്ലാവരും അന്ന് കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുത്ത ആളുകളാണ് അന്ന് മുതൽ ഇന്ന് വരെ. അതുകൊണ്ട് എല്ലാവരും കരുണാകരൻ്റെ ഓർമ്മ ഛായാചിത്രം എല്ലാ സ്ഥലത്തും വേണമെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്ദിരാഗാന്ധിയോടൊപ്പം നിന്ന ആൾ പിന്നെ കരുണാകരനാണ്. അപ്പോൾ നരസിംഹറാവുവിൻ്റെ മന്ത്രിസഭയെ നിലനിർത്തിയതും കരുണാകരനാണ്. അന്ന് JMM കോഴ കേസിൽ പിന്നെ 4 പേരുടെ മന്ത്രിസഭ കുറഞ്ഞ സമയത്ത് കിങ് മേക്കറാണ് കരുണാകരൻ. ആ കിങ് മേക്കറിനെ കരുണാകരനെ ഒരിക്കൽ കൂടി വാഴ്ത്തുന്നതിന് വേണ്ട നടപടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിച്ചുകൊണ്ട് നെന്മാറ മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശങ്കരനാരായണനും മോഹനും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പരിപാടി കണ്ട് ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുകയും YouTube ചാനലാണ് വോയിസ് ഓഫ് ശങ്കരനാരായണൻ. അപ്പോൾ എല്ലാവരും കണ്ട് ലൈക്ക് അടിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. പോരെ.